ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കൊണ്ടുപോയാലും എനിക്ക് ജാമ്യം പോലും തരികയില്ല. കാരണം ഞാൻ ഈ കാണിക്കുന്ന പ്രവൃത്തി ജാമ്യം കിട്ടാത്ത വകുപ്പ്, അതായത് നോട്ടിനെ നശിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റത്തിനെ അറസ്റ്റ് ചെയ്യുക, ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. എന്നിട്ട് പോലും ഞാൻ ഇത്ര ധൈര്യത്തിൽ ഈ നോട്ടിൽ ആക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്ന് കൊണ്ട് പോകാത്ത ഒരു കറയേ ഉള്ളൂ, ഇരുമ്പ് കറ പോകുകയില്ല, ബാക്കി എല്ലാ കറയും. റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്തൊരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഷി കറകളായി നോട്ട് ഇട്ടെടുക്കില്ല. ചിലർ വിചാരിക്കും ഇത് വെള്ളത്തിൽ കഴുകിയാൽ പോകുന്ന കറയാണ്, ഇത് വെള്ളത്തിൽ കഴുകിയാൽ ഈ കറ പോകുകയില്ല കേട്ടോ. ചിലർ വിചാരിക്കും ഇത് സോപ്പിട്ട് എഴുതിയാൽ പോകുന്നു. നമുക്കറിയാം നോട്ട് പേപ്പറാണ്, വെള്ളത്തിൽ സോപ്പിലേക്ക് കഴുകി കഴിഞ്ഞാൽ പിഞ്ചി കീറിപ്പോകും. പക്ഷേ ഞാൻ വിൽക്കുന്ന മരുന്ന് ഈ നോട്ടിൽ പരത്തി കഴിഞ്ഞാൽ ഇന്ന് പ്രിന്റ് ചെയ്ത നമ്മൾ ATM നിന്നൊക്കെ നോട്ട് എടുക്കുമ്പോൾ ഫ്രഷായ പുതിയ നോട്ട് വരികയില്ലേ, അതുപോലത്തെ പിടയ്ക്കുന്ന നോട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. എന്റെ അപ്പുറം കഴുകാൻ സാധിക്കില്ല, കഴുകാൽ പിഞ്ചി കീറിപ്പോകും. ഈ 100 രൂപ ആർക്ക് കൊടുത്താൽ ഇത് എടുക്കുകയില്ല, ഈ നോട്ട് എടുക്കുകയില്ല പറയുക. ഈ നോട്ടിലേക്ക് ഞാൻ ഒരു തുള്ളി മരുന്നല്ല ഇട്ടിക്കുന്നത്, വേണ്ടത് ഒഴുക്കിയാണ് ചെയ്യുന്നത്. ഒരു തുള്ളി മരുന്നിട്ടിച്ചാൽ വാഴക്കറ പോകുന്ന ഈ മരുന്ന് ഒരു കഴുകി വെള്ളത്തിലും സോപ്പിലും കഴുകി ഒരു നോട്ടിലേക്കാണ് ഒഴിക്കുന്നത്. ആസിഡൊക്കെ ഉള്ള മരുന്നാണിതെങ്കിൽ നോട്ട് പിഞ്ചി കീറി പോകും. ഈ നോട്ടിൽ ഒരു തുള്ളി അഴുക്കോ ഒരു കറയോ ഈ നോട്ടിൽ ആർക്ക് കാണിച്ചാൽ സാധിക്കും. വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് എഴുതിയ നോട്ടൊക്കെ ആർക്ക് കണ്ടാലും ഇത് കഴുകിയ നോട്ടാന്ന് മനസ്സിലാവും. പക്ഷേ ഇത് ആരുടെ കയ്യിലേക്കും തരാം. ഈ നോട്ടിന് കഴുകിയ നോട്ടാതൊരു തെളിവോ പ്രിന്റിങ്ങിനോ പേപ്പറിനോ ഒരു ഡാമേജോ കാണിച്ചാൽ സാധിക്കില്ല. ഈ നോട്ടിന് പ്രിന്റിങ്ങിനോ പേപ്പറിനോ ഒരു തേയ്മാനമോ ഒരു കനക്കുറവോ കഴുകിയ നോട്ടാന്നുള്ള തെളിവ് എന്തെങ്കിലും ആർക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഫ്രഷ് നോട്ടായി മാറി. ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടായി മാറി.